നമസ്കാരം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമാസ് ലീഹ ഭാരതത്തിൽ സന്ദർശിച്ചപ്പോൾ ക്രിസ്തുമതം സ്വീകരിച്ച ഒരു കുടുംബത്തെ പറ്റിയുള്ള വിവരമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആ കുടുംബത്തിൻ്റെ പേര് പകലോമറ്റം എന്നാണ്. മലങ്കര സഭാ ചരിത്രത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് പകലോമറ്റം. മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ക്രിസ്തുമതം സ്വീകരിച്ച പാലയൂരിലെ 4 ബ്രാഹ്മണ കുടുംബങ്ങളിലൊന്നാണ് പകലോമറ്റം. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാലയൂർ ക്ഷേത്രം ക്രിസ്തീയ ദേവാലയമാക്കി മാറ്റിയെന്ന് പറയപ്പെടുന്നു. പഴയ പകലോമറ്റം തറവാട് സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ ചാവക്കാട് ഹൈസ്കൂളിൻ്റെ സമീപത്തായിരുന്നു. പകലോമറ്റം ബ്രാഹ്മണർ സൂര്യാരാധകരായിരുന്നതിനാൽ ആദ്യം പകലോൻ മഠം, പകലോൻ മറ്റം ആയിരുന്നു. പാലമറ്റമെന്നും ഈ പേരിന് ലോപമുണ്ട്. പകലോമറ്റവും മറ്റ് ബ്രാഹ്മണ കുടുംബങ്ങളും അവരുടെ പൂർവിക സ്ഥാനം വിട്ടുപോയത് AD 4-ാം നൂറ്റാണ്ടിലാണെന്ന് കരുതുന്നു. അവസാനം അവർ കുറുവിലങ്ങാട് കാളികാവ് ക്ഷേത്രത്തിന് സമീപമെത്തി അവിടെ താമസമാക്കി. അതിനുശേഷം അവർ പണിതതാണ് പുരാതനമായ കുറുവിലങ്ങാട് പള്ളി. മലങ്കര സഭയുടെ ഭരണസാരഥ്യം ദീർഘനാൾ വഹിച്ചത് പകലോമറ്റം കുടുംബത്തിൽ നിന്നുള്ള അർക്കദിയാക്കന്മാരായിരുന്നു. അവർക്ക് ജാതിക്കു തലവൻ, ജാതിത്തലവൻ, ജാതിക്ക് കർത്തവ്യൻ എന്നീ പേരുകളുമുണ്ടായിരുന്നു. കൂനൻ കുരിശ് സത്യം ചെയ്ത സന്ദർഭത്തിൽ മലങ്കര നസ്രാണികളുടെ തലവനായിരുന്ന ധീരദേശാഭിമാനി തോമാ അർക്കദിയാക്കോൻ പ്രത്യേകം സ്മരണ അർഹിക്കുന്നു. മലങ്കര സഭാമക്കൾ അദ്ദേഹത്തിന് മെത്രാസ്ഥാനം നൽകി അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി 8 മെത്രാന്മാർ കൂടി മാർത്തോമന്മാരായി പകലോമറ്റം തറവാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. 1817 9-ാം മാർത്തോമ സ്ഥാനത്യാഗം ചെയ്തതോടെ പകലോമറ്റം കുടുംബത്തിൻ്റെ ഭരണം അവസാനിച്ചു. 9-ാം മാർത്തോമ അറിയപ്പെടുന്നത് ഐപ്പ് മെത്രാൻ എന്ന പേരിലാണ്. ഇത് കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു കുടുംബം അതിന് വഹിച്ച പങ്കിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് അത്. ഇത്രമാത്രം. നന്ദി, നമസ്കാരം.